സൗണ്ട് എഫക്ട്സ് കൊണ്ട് തിയേറ്റർ എക്സ്പീരിയൻസിൽ ബെസ്റ്റ് ഐറ്റം ആയിരുന്നു. ഡിസ്നിയുടെ കയ്യിൽ OTT റൈറ്റ്സ് കിട്ടിയതുകൊണ്ട് അവർക്ക് യോജിക്കുന്ന രീതിയിൽ ആക്കാനുള്ള കഷ്ടപ്പാടിൽ ചെറുതായിട്ട് തൂത്തുവലിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ടാൾ ഇതേം ബാക്കിൽ എന്നോട് പറഞ്ഞു. പക്ഷേ ഫോണിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് തിയേറ്ററിൽ മിസ് ചെയ്ത് എനിക്ക് വളരെ നഷ്ടമായിട്ട് തോന്നി. ദാറ്റ്സ് വൈ എന്ത് വന്നാലും തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കുമെന്ന് തീരുമാനിച്ചതാ. രോമാഞ്ചം പേര് പോലെ തന്നെ രോമാഞ്ചമായിരുന്നു. ഇതും പേര് പോലെ തന്നെ ആവേശം പിടിപ്പിക്കുന്നതായിരുന്നു. എൻ്റെ ബേസ് സ്റ്റോറി പറയുവാണെങ്കിൽ 3 കോളേജ് സ്റ്റുഡൻസ് ബാംഗ്ലൂർ പഠിക്കാൻ വന്നിട്ട് അവിടുത്തെ ലോക്കൽ റൗഡിയുടെ കൂട്ടത്തിലുള്ള ആക്ഷനും കോമഡിയും ഒക്കെ അടിച്ച് കാലക്കി വേറെ ലെവലിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഷ്യാമിൻ്റെ മ്യൂസിക്കും കൂടെ ആകുമ്പോൾ സത്യം പറയാമല്ലോ, ചില ട്രാക്കൊക്കെ വന്നു പോയതുപോലും അറിയത്തില്ല. ബിക്കോസ് ഓഫ് ആയിട്ട് വിളയാടിയത് കൊണ്ട് മാത്രം. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിൽ അന്യായം. അത് മാത്രമല്ല ഓവറോൾ ഫിലിം അന്യായം, കോമഡി വിത്ത് ആക്ഷൻ, അടിപൊളി. ജസ്റ്റ് ലൈക്ക് രോമാഞ്ചം. അതൊക്കെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാ. അതുകൊണ്ടൊക്കെ എനിക്കിത് ഫോർ മീ ദാറ്റ്സ് വൈ ഞാൻ ഹാപ്പിയാ. കണ്ടവരും ഹാപ്പി അല്ലേ? ഇനിയും വർഷങ്ങൾക്ക് ശേഷം കൂടെ കാണണമെന്നുണ്ട്. ബട്ട് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ എന്റെ കയ്യിലില്ല. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണം? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ഈ മാലയുടെ പകുതി ഭാഗം സ്വർണം പൂശാനുള്ള നയാ പൈസ എന്റെ കയ്യിലില്ല. മനസ്സിലായി?